കത് അലിമ കുല്ലു ഉനാസിം മഷ്റബ് വഉശ്രിബു ഫീ ഖുലൂബിഹിം. കൽബിൽക്കാണ് കുടിക്കാൻ കൊടുക്കുന്നത്, നമ്മളെ പള്ളിയിലേക്കല്ല. ഖുർആനിൽ പള്ളി വയറ്റിലേക്ക് കുടിക്കാൻ കൊടുക്കണ ഒന്നും ഖുർആനിലില്ല. വഉശ്രിബു ഫീ ഖുലൂബിഹിം, കൽബിൽക്കാണ് കുടിക്കാൻ കൊടുക്കുന്നത്. കൽബിലാണ് രോഗം. ഈ ഖുലൂബിഹിം മറവ്, കൽബിലാണ്, ചിന്തയിലാണ് രോഗം കിടക്കുന്നത്. ആ കൽബാണ് സലീമാകേണ്ടത്, കൽബാണ് രോഗത്തിന് രക്ഷപ്പെടേണ്ടത്. അതാണ് കൽബ്. ഈ ഉശ്രിബു ഫീ ഖുലൂബിഹിം ഇത് നമ്മൾ നിരവധി തവണ പറഞ്ഞതാ. വയറ്റിലേക്കുള്ള കുടി ഖുർആനിലെ ചർച്ചയേ അല്ല. ശാരീരികമായ കുടിക്കലും തിന്നലും ഒന്നും ഖുർആന്റെ വിഷയമല്ല. അതാണ് കുലു വശറബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്രി എന്ന് പറയുന്നത്. അറിവിന്റെ പ്രഭാതം നിങ്ങൾക്ക് പൊട്ടിവിടരുന്നത് വരെ വിജ്ഞാനത്തെ നിങ്ങൾ ഉൾക്കൊള്ളുകയും നിങ്ങൾക്ക് ആവശ്യമായ അറിവുകളെ മുഴുവൻ നിങ്ങളുടെ ചിന്തയിലേക്കും ബുദ്ധിയിലേക്കും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. അസത്യത്തിന്റെ, അജ്ഞതയുടെ, ഇരുട്ടിന്റെ ആ ഹൈത്തിൽ നിന്ന്, നൂലിൽ നിന്ന് സത്യത്തിന്റെ, യാഥാർത്ഥ്യത്തിന്റെ നൂല് നിങ്ങൾക്ക് വ്യക്തമായി വെളിവാകുന്നത് വരെ. വ്യക്തമായി ബയ്യന, അത് വേറിട്ട് കിട്ടുന്നത് വരെ. തലക്കിന്റെ ഹോട്ടൽ കറുത്തനൂലും വെളുത്തനൂലും എടുത്ത് പാത്തേക്കല്ല, അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് അല്ലേ? ആ അങ്ങനെ ചെയ്തിരുന്നു. തലയിണയുടെ ചുവട്ടിൽ കറുത്ത നൂലും വെളുത്ത നൂലും വെച്ചിട്ട് കടന്നുറങ്ങിയത്. എപ്പോഴാ കറുത്ത നൂലും വെളുത്ത നൂലും ഇങ്ങനെ എടുത്തു കൊടുക്കാം? എപ്പോഴാ അത് വ്യക്തമായി അറിയുന്നത് വരെ തിന്നും കുടിക്കുകയും ചെയ്യാം. കുലു വശറബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്രി. ഒരു ഫജ്ർ ഉണ്ടായാണ്, അതാണ് ഇൻഫിജാർ. അയ്ന യശ്റബു ബിഹാ ഇബാദുല്ലാഹി വയുഫജ്ജിറൂനഹാ തഫ്ജീറ, അല്ലേ? അയ്ന യശ്റബു ബിഹാ ഇബാദുല്ലാഹി, അള്ളാഹുവിന്റെ ഇബാദുകൾ ഇതിൽ നിന്ന് കുടിക്കും. ഐനൻ, അള്ളാഹുവിന്റെ അറിവിന്റെ ഉറവയിൽ നിന്നാണ് അള്ളാഹുവിന്റെ ഇബാദുകൾ കുടിക്കുക. എന്നിട്ട് വയുഫജ്ജിറൂനഹ, ഒരറിവിന്റെ പ്രഭാതം ലോകത്ത് അവരുണ്ടാക്കിയെടുക്കും. അറിവിന്റെ പുലരി അവർ ലോകത്തുണ്ടാക്കിയെടുക്കും. ഞാൻ മുമ്പ് ചോദിച്ചതാണ്, ഒരുപാട് പ്രാവശ്യം നിങ്ങളോട് ചോദിച്ചതാണ് ഞാൻ. ഈ നേരം വെളുപ്പിക്കലാണെങ്കിൽ നമുക്ക് എങ്ങനെ നേരം വെളുപ്പിക്കാൻ സാധിക്കുക? 12 മണിക്ക് നേരം വെളുക്കണമെന്ന് ഞാൻ വിചാരിച്ച ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും വിചാരിച്ച നടക്കുമോ? പിന്നെന്താ യുഫജ്ജിറൂനഹ തഫ്ജീറ, അവര് ഫജ്റാക്കും എന്ന് പറഞ്ഞാൽ എന്താ? അവര് ഫജ്റാക്കും. അവര് ലോകത്ത് അറിവിന്റെ ഒരു പുലരി, വിജ്ഞാനത്തിന്റെ ഒരു പുലരി, ജ്ഞാനത്തിന്റെ ഒരു പുലരി, ഒരു സത്യത്തിന്റെ പുലരി ലോകത്ത് അവര് കൊണ്ടുവരുന്നതാണ്. അതാണ് യുഫജ്ജിറൂനഹ തഫ്ജീറ. അതാണ് വൻ ഫസറത്ത് മിൻ ഹുസ്നത്താശറത ഐനൻ. അതാണ് അഖിമിസ്സലാത്തലി ദുലൂകി ശംസി ഇലാ വസഖിൽ ലൈലി വഖുർആനൽ ഫജ്രി. അതാണ് ഖുർആനൽ ഫജ്രി, യാഥാർത്ഥ്യത്തിന്റെ ഒരു പുലരി. അതാണ് ഖുർആൻ, യാഥാർത്ഥ്യത്തിന്റെ വായനയുടെ ഒരു പുലരി ലോകത്ത് നിങ്ങൾ ഉണ്ടാക്കുക. അതിനുവേണ്ടി അഖിമിസ്സലാത്തലി ദുലൂകി ശംസി, ഈ അറിവിന്റെ സൂര്യനെ നിങ്ങൾ തിരിച്ചു വെക്കുക. ഇലാ വസഖിൽ ലൈലി, അജ്ഞതയുടെ ഇരുട്ടിലേക്ക്. നിങ്ങൾക്ക് അജ്ഞാതമായി കിടക്കുന്ന, അതാണ് ലൈല്, നിങ്ങൾക്ക് അജ്ഞാതമായി കിടക്കുന്ന അറിവിന്റെ തലങ്ങളിലേക്ക് നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ സൂര്യനെ തിരിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്കൊരു അറിവിന്റെ പുലരി ഉണ്ടാവും. അതിന് നിങ്ങൾ ഉച്ച മുതൽ വൈകുന്നേരം വരെ നിസ്കരിച്ചോളി. അഖിമിസ്സലാത്തലി ദുലൂകി ശംസി ഇലാ വസഖിൽ ലൈലി, സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റിയത് മുതൽ ഇരുട്ടുന്നത് വരെ നിസ്കരിക്കുക. പിന്നെ ആരെങ്ങളോട് നിസ്കാരം ഇടക്കാക്കാൻ പറഞ്ഞത്? ഉച്ചക്ക് 5 മിനിറ്റും 4 മണിക്ക് 5 മിനിറ്റും വൈകുന്നേരം 3 മിനിറ്റും ആക്കാൻ ആരെ പറഞ്ഞത്? ഇത് മുതൽ അതുവരെ നിന്നുകൊണ്ട് നിസ്കരിച്ചുകൊണ്ടേ ഇരുന്നോളി. ഇടക്കിടക്ക് പിന്നെ ആരെ അർത്ഥം കൊടുത്തത്? ഇത് മുതൽ അതുവരെ എന്ന് പറഞ്ഞാൽ അതുവരെ ചെയ്യണ്ടേ? അതിന് പേരെന്താ? അത് വേണ്ട, ഇടക്കിടക്ക് ചെയ്താൽ മതി. ഉച്ച തെറ്റുമ്പോ 5 മിനിറ്റും 4 മണിക്ക് 5 മിനിറ്റും മഗ്‌രിബിക്ക് 3 മിനിറ്റും ഏശാക്ക് 5 മിനിറ്റും ഇത്ര മതിയെന്ന്. ഇത് മുതൽ അതുവരെ എന്ന് പറഞ്ഞാൽ അതുവരെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കണ്ടേ? അത് അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ പോലെ എന്തായി? അത്ര മതിയെന്നാക്കി. അഖിമിസ്സലാത്തലി ദുലൂകി, ലീന്ന് വന്നാൽ തന്നെ മിന്നല്ല. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് എത്രയോ ക്യാസറ്റ് കഴിഞ്ഞ പോലെ. ലീന്ന് വന്നാൽ അതിന് വേണ്ടിയെന്നാണ്. മിന്നെങ്ങനെ കിട്ടുന്നത്? അത് മുതലിനെങ്ങനെ കിട്ടുന്നത്? ലൈലെന്ന് പറഞ്ഞാൽ അജ്ഞാതമായ അൽ ബഹ്റു ബിമാ തജ്ഹലു, നിനക്ക് അജ്ഞാതമായി കിടക്കുന്ന ഒരുപാട് അറിവുകൾ ലോകത്തുണ്ട്. അതാണ് സുമ്മ അത്തിമ്മു സിയാമ ഇലൽ ലൈലി എന്ന് പറയുന്നത്.
ഈ യാഥാർത്ഥ്യങ്ങളുടെ അന്വേഷണത്തെ നിങ്ങൾക്ക് അജ്ഞാതമായി കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതാണ് ഇരുട്ട്. ആ ഇരുട്ടിലേക്ക് നിങ്ങൾ അതിലെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുന്നത് വരെ ഈ അന്വേഷണത്തെ നിങ്ങൾ പൂർത്തിയാക്കുക. അതാണ് അതിമുസിയാമ ഇലല്ലൈലി എന്നാണ്.